ഇത് വെള്ളരിക്കാപട്ടണമല്ല. CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ഒരു ക്രിമിനൽ കേസിനെ വഴിതിരിച്ചു വിടാൻ പ്രാദേശിക BJP നേതാവ്, ഏതാണ് പ്രാദേശിക BJP നേതാവ്? ഈ പറഞ്ഞ സ്ഥലത്തോ കോഴിക്കോട് നഗരത്തിലോ ജില്ലയിലോ ഏതെങ്കിലും ഒരു പ്രാദേശിക BJP നേതാവ് ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തമാക്കണം. അങ്ങനെ വാർത്ത കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മാധ്യമധർമ്മം എന്ന് പറയുന്നത് വസ്തുതകളായിട്ട് പറയാനാണ്. ഏതാണ് പ്രാദേശിക BJP നേതാവ്? എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്? ആരെ ഭയപ്പെടുന്നത്? നിങ്ങൾ ആ നമ്പർ വേണ്ട. ഏതാണ് BJP പ്രാദേശിക നേതാവ്? അത് വെളിപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളാണ് ഇത് വാർത്ത കൊടുത്തത്. ഏതെങ്കിലും ദേശാഭിമാനിയോ കൈരളിയാണെങ്കിൽ ഞാൻ പറയില്ല, കാരണം അവരെപ്പോഴും ഈ കള്ള വാർത്ത പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നു. ഉത്തരവാദപ്പെട്ട ലേഖകന്മാരാണ് കൊടുത്തിരിക്കുന്നത്. അവരെ നിയമവഴിയിൽ തന്നെ ഞങ്ങൾ നേരിടും. സത്യം നിങ്ങൾ തുറന്ന് പറയണം. ഏതാണ് പ്രാദേശിക BJP നേതാവ്? നടക്കുന്ന നിയമനങ്ങളിലെല്ലാം ഒരു പ്രത്യേക ശതമാനം അഴിമതിയാണ് നടക്കുന്നത്. പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള സംവിധാനങ്ങൾ കേരള PSC-യിലുണ്ട്. നമ്മൾ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലും പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിലും നടന്ന അഴിമതിയുടെ വിശദാംശങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് PSC പരീക്ഷ നടത്തി ആളുകളെ നിയമിക്കുന്നതിൽ കൃത്രിമം നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ്. 21 PSC മെമ്പർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഉത്തർപ്രദേശിൽ അത് 9ആണ്. കേരളത്തിൻ്റെ 7 ഇരട്ടിയോളം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ വെറും 9 PSC മെമ്പർമാരേ ഉള്ളൂ. അപ്പോൾ PSC മെമ്പർമാരെ നിയമിക്കുന്നത് അഴിമതിയിലൂടെയാണ്. നിയമിക്കപ്പെടുന്ന മെമ്പർമാർ അഴിമതി നടത്താതെ എങ്ങനെ 25-50 ലക്ഷം രൂപ മുതലാക്കുന്നത്? അത് വേറൊരു ധാർമ്മികമായ പ്രശ്നം. നിയമപരമായ മറ്റൊരു പ്രശ്നം, കൈക്കൂലി വാങ്ങിയത് സ്ഥിരീകരിച്ചിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിക്കുന്നില്ല? കേരള പോലീസ് ഇതെല്ലാം കണ്ട് എന്തുകൊണ്ടാണ് നോക്കുകുത്തിയായിരിക്കുന്നത്? ഇതൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത്. വ്യക്തമായൊരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറാണ് നടത്തിയിരിക്കുന്നത്. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വിശ്വസ്തനായിരുന്ന ഒരാളാണ് ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പം ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ്. എളമരം കരീമിൻ്റെയും P. മോഹനൻ്റെയും അടക്കം എല്ലാവരുടെയും വലങ്കയാണ്. നിരവധി അനധികൃതമായ ഇടപാടുകൾ ഈ സംഘം കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നേരത്തെയും നടത്തിയിട്ടുണ്ട്. വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, കോറി മാഫിയ ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ നടത്തുന്നതിൽ പ്രധാനിയാണ് ഇപ്പോൾ ആരോപണവിധേയനായി പുറത്താക്കപ്പെട്ടിരിക്കുന്ന പാർട്ടി നേതാവ്. അദ്ദേഹം വാദിയുടെ വീട്ടിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് കേരളത്തിൽ. നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വാദിയുടെ വീട്ടിൽ പോയിട്ട് സത്യാഗ്രഹം ഇരിക്കുന്നു. വാദിയെ ഭീഷണിപ്പെടുത്തുന്നു. പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഞാൻ പലതും വെളിപ്പെടുത്തിയാൽ എൻ്റെ ജീവൻ നഷ്ടമാവുമെന്ന് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയാവുന്നതാണ്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഒരു FIR ഇട്ടിട്ടില്ല, ഒരു കേസ് എടുക്കുന്നില്ല. നിയമവാഴ്ചയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. പലതരത്തിലുള്ള മാനങ്ങളുള്ള കേസാണിത്. കൊടുത്തത് കറൻസിയാണോ ചെക്കാണോ? രേഖയിലുള്ള പണമാണോ വാങ്ങിയിരിക്കുന്നത് അല്ലയോ? ഈ പണത്തിൻ്റെ വരുമാന സ്രോതസ് എന്താണ്? ഈ പണം എന്ത് ചെയ്തു? ആർക്കൊക്കെ ഇതിൻ്റെ വിഹിതം കിട്ടിയിട്ടുണ്ട്? ഗുരുതരമായ കേസാണിത്. ഈ കേസിൽ FIR ഇടാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറാവുന്നില്ല? അതുകൊണ്ട് ഇതിനെ നിയമപരമായി തന്നെ നേരിടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. പോലീസ് FIR ഇട്ടേ മതിയാവുള്ളൂ. ഞങ്ങളിന്ന് DGPക്ക് ഔപചാരികമായിട്ടുള്ള പരാതി നൽകുകയാണ്. PSC ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറെയും ഇക്കാര്യത്തിൽ സമീപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ്. ചില ആളുകൾ പുകമറ സൃഷ്ടിച്ച് ഇതിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന്
കൊടുത്ത വാർത്ത ചില മാധ്യമങ്ങൾ പ്രാദേശിക BJP നേതാവിന് പങ്ക്. ഏതാണ് ഈ പ്രാദേശിക BJP നേതാവ്? ഇതിലേത് പ്രാദേശിക BJP നേതാവാണ് എന്ന് വെളിപ്പെടുത്താൻ ആ മാധ്യമങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്കെതിരായും ശക്തമായ നിയമ നടപടി ഭാരതീയ ജനതാ പാർട്ടിയുണ്ട്. ഇത് വെള്ളരിക്ക പട്ടണമല്ല. CPM-ന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ഒരു ക്രിമിനൽ കേസിനെ വഴിതിരിച്ചു വിടാൻ പ്രാദേശിക BJP നേതാവ് ഏതാണ് പ്രാദേശിക BJP നേതാവ്? ഈ പറഞ്ഞ സ്ഥലത്തോ കോഴിക്കോട് നഗരത്തിലോ ജില്ലയിലോ ഏതെങ്കിലും ഒരു പ്രാദേശിക BJP നേതാവ് ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തമാക്കണം. അങ്ങനെ വാർത്ത കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മാധ്യമധർമ്മം എന്ന് പറയുന്നത് വസ്തുതകളായിട്ട് പറയാനാണ്. ഏതാണ് പ്രാദേശിക BJP നേതാവ്? എന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത്? ആരെ ഭയപ്പെടുന്നത്? ഈ കേസിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അനാവശ്യമായി വലിച്ചിഴച്ച് പ്രശ്നത്തെ വഴിതിരിച്ചു വിടുക എന്നുള്ളത് CPM-ന്റെ അജണ്ടയാണ്. അതിനെന്തിനാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വഴിപ്പെടുന്നത്? ഏത് പ്രാദേശിക നേതാവാണ്? സജീവൻ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നു. മുണ്ടിക്കൽ. എവിടെ? മുഴിക്കൽ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സജീവനുമില്ല. ആകെ ഒരു സജീവനേ ഉള്ളൂ, ജില്ലാ പ്രസിഡന്റ്. നിങ്ങൾ ആ നമ്പർ വേണ്ട. ഏതാണ് BJP പ്രാദേശിക നേതാവ്? അത് വെളിപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളാണ് ഇത് വാർത്ത കൊടുത്തത്. ഏതെങ്കിലും ദേശാഭിമാനിയോ കൈരളിയാണെങ്കിൽ ഞാൻ പറയില്ല, കാരണം അവരെപ്പോഴും ഈ കള്ള വാർത്ത പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നു. ഉത്തരവാദപ്പെട്ട ലേഖകന്മാരാണ് കൊടുത്തിരിക്കുന്നത്. അവരെ നിയമവഴിയിൽ തന്നെ ഞങ്ങൾ നേരിടും. സത്യം നിങ്ങൾ തുറന്ന് പറയണം. ഏതാണ് പ്രാദേശിക BJP നേതാവ്? ഒരു കാര്യവുമില്ലാതെ ഇതിൽ BJP-യെ വലിച്ചിഴച്ചു. അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. അത് ഞങ്ങൾ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിയമം ആ വഴിയിൽ തന്നെ നിങ്ങളെ കൊണ്ട് ആ പ്രാദേശിക BJP നേതാവ് ആരാണെന്ന് പറയിപ്പിക്കും. അല്ലെങ്കിൽ ഈ വാർത്തയ്ക്കെതിരായിട്ട് നിങ്ങളെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കാനാവുമെന്ന് ഞങ്ങൾ നോക്കുകയാണ്.